എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയ നിറച്ച മടക്കപ്പമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സേമിയ നിറച്ച മടക്കപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതാദ്യം കുറച്ച് ഉപ്പും കൂട്ടി ഒന്ന് കുഴച്ചെടുക്കാം. മടക്കപ്പത്തിന് ആവശ്യമായ മാവ് ഇവിടെ റെഡിയായി. ഇനി ഇത് കുറച്ചു നേരം മാറ്റി വെക്കാം. ഇനി മടക്കപ്പത്തിൽ നിറക്കേണ്ട സേമിയ തയ്യാറാക്കാം. ആദ്യം ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇതിലേക്ക് നേരിട്ടിടുന്നത്. ഇല്ലെങ്കിൽ വറക്കാതെ സേമിയാണെങ്കിൽ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ തീ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. എല്ലാം ഞാൻ നന്നായി ഇളക്കി കൊടുത്തു. ഇപ്പോൾ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ തയ്യാറാക്കിയ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇതെല്ലാം പരത്തിയ ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ച് നമുക്ക് ഇതുപോലെ എല്ലാം റൗണ്ടിൽ മുറിച്ചെടുക്കാം. ഇതിൻ്റെ അച്ചും വാങ്ങാൻ കിട്ടുന്നതാണ്, ഞാനത് എടുത്തിട്ടില്ല. എല്ലാം തയ്യാറായ ശേഷം നേരത്തെ എടുത്ത് വെച്ച സേമിയ ഇതിലിട്ട് അതുപോലെ മടക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായി അമർത്തി കൊടുക്കണം. ഇനി ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കാം. എല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാകമായി കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇനി കോരിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം തയ്യാറാക്കാം. സേമിയ നിറച്ച മടക്കപ്പം ഇവിടെ തയ്യാറായി. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.